യുവാക്കളുടെ ഹരമായിരുന്ന റൊമാന്റിക് ഹീറോ ആയിരുന്നു ശങ്കർ. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്ക് ഇന്നും ഏറെ പരിചിതനായ വ്യക്തിയാണ് ശങ്കർ. മലയാളം, തമിഴ് ഭാഷ ചിത്രങ്ങളിൽ ഒരുപോലെ അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം. 1980കളിൽ ശങ്കറിന് ഏറെ താരപരിവേഷമുണ്ടായിരുന്നു. തമിഴിലൂടെ ആയിരുന്നു അദ്ദേഹം തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. ഒരു തലൈരാഗം എന്ന തമിഴ് സിനിമയായിരുന്നു ശങ്കറിന്റെ ആദ്യ സിനിമ. ഈ സിനിമയിൽ നായകനായിരുന്നു ശങ്കർ. ഈ സിനിമ തമിഴിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അന്നത്തെ സൂപ്പർ സ്റ്റാർ ജയൻ നായകനായി അഭിനയിച്ച ശരപഞ്ചരം എന്ന സിനിമയിലൂടെയാണ് ശങ്കർ മലയാളത്തിൽ അഭിനയിച്ചു തുടങ്ങിയതെങ്കിലും മോഹൻലാലിനൊപ്പം അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നായക വേഷത്തിലൂടെയാണ് അദ്ദേഹം മലയാളത്തിൽ ശ്രദ്ധേയനാവുന്നത്. 1980കളിൽ മോഹൻലാലും ശങ്കറും ഒരുമിച്ച് അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളും മലയാളത്തിൽ ഹിറ്റുകളായിരുന്നു. മാത്രമല്ല, ശങ്കർ ഒറ്റയ്ക്ക് ഹീറോയായ സിനിമകളും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളും ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അദ്ദേഹം സിനിമയിൽ സജീവമല്ലാതെ ആകുകയായിരുന്നു. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം സംവിധായകൻ IV ശശിയെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവച്ചു. അതിരാത്രം എന്ന സിനിമയിൽ ഞാൻ ചെറിയ വേഷമാണ് ചെയ്തത്. അതിന് കാരണം IV ശശി എന്ന പേരാണ്. അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റാറുകൾക്ക് വലിയ വാല്യൂ ഇല്ലാത്ത സമയമായിരുന്നു. IV ശശി എന്ന പേര് മാത്രം മതിയായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഇറങ്ങിയ സമയത്ത് നടന്ന കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അതിന്റെ ഒപ്പം തന്നെ ഇറങ്ങിയ സിനിമയായിരുന്നു അശ്വരഥം. അത് IV ശശിയുടെ സിനിമയായിരുന്നു. അന്ന് ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണാൻ 6 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടെയുള്ള മാനേജർ എന്നോട് IV ശശിയുടെ സിനിമ അപ്പുറത്ത് കളിക്കുന്നുണ്ട് എന്നും ഒന്ന് അവിടേക്ക് പോയി നോക്കൂ എന്നും പറഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ സിനിമ കാണാൻ 2 ഷോയ്ക്കുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അത് IV ശശി എന്ന പേര് കാരണമായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് പ്രത്യേകമായ സ്വീകാര്യതയുണ്ടായിരുന്നു. ശങ്കർ പറഞ്ഞു നിർത്തി.